ഡൽഹിയിലും ബീഹാറിലും ഭൂചലനം 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് രണ്ടിടങ്ങളിലും ഉണ്ടായത്. തുടർചലനങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പർ ഡൽഹി പോലീസ് പുറത്തിറക്കി. വിവരങ്ങളുമായി വിനിത വിജി ചേരുന്നുണ്ട്. വിനിത, ഈ ഡൽഹിയിൽ ചെറിയ ഭൂചലനങ്ങൾ ഏതാണ്ട് പതിവാണെങ്കിലും ഇത്രയും തീവ്രതയിൽ അത് അസാധാരണമാണ്. പ്രഭവകേന്ദ്രം ഡൽഹി ആവുന്നതും അസാധാരണമാണ്. വിനിത. തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അടുത്തിടെയൊക്കെ ഡൽഹിയിൽ സമാനമായിട്ടുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നില്ല. ഇത് ഈ അടുത്തിടെ ആദ്യമായാണ് പ്രഭവ കേന്ദ്രം ഡൽഹി ആവുന്നത്. ഇതിൻ്റെ റിക്ടർ സ്കെയിലിൽ തീവ്രത 4 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 5 മുകളിലേക്ക് വരുമ്പോൾ അത് അതിതീവ്രതയിലേക്ക് എത്തുന്നു. ഇത് അതിതീവ്രതയ്ക്ക് താഴത്തെ ഒരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതുവരെയും അങ്ങനെ അപകടകരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളോ ഒന്നുമില്ല. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുലർച്ചെ 5:37 ഈ ഭൂചലനം ഉണ്ടാകുന്നത്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിഭ്രാന്തിയിലേക്കടക്കം ഒരു ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുണ്ടായിരുന്നത്. ഡൽഹിയിൽ മാത്രമല്ല ബീഹാറിലും സമാനമായിട്ടുള്ള രീതിയിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. അവിടെയും തീവ്രത 4 തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ ഭൗമോപരിതലത്തിൽ നിന്നും 5 കിലോമീറ്റർ താഴെയാണ് ഈ പ്രഭവ കേന്ദ്രം എന്നുള്ളത് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. എല്ലാ ആളുകളും കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി പ്രധാനമന്ത്രി അടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും അടിയന്തരാവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ ആളുകൾക്ക് ബന്ധപ്പെടുന്നതിനായി പ്രത്യേകം ഒരു നമ്പരും ഒരു ഹെൽപ്പ് ലൈൻ നമ്പരും 112 എന്നുള്ളതാണ് ഈ ഹെൽപ്പ് ലൈൻ നമ്പർ. ഈ നമ്പറും ഡൽഹി പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റ് അപകടമോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് റിപ്പോർട്ടുകളോ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. ഹാഷ്മി.